ആ ശരിയല്ലേ? കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പഠിപ്പിക്കാൻ ഒരു വിഷയം കൂടിയായി. ഇനി പൊക്കി പിടിച്ചോണ്ട് നടന്നോളൂ. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിളിക്കാം. നീ എന്താ മിണ്ടാണ്ടിരിക്കണേ? വഴക്കുണ്ടാക്കാൻ റീചാർജ് ചെയ്യണോ? ഇനി 3 ദിവസത്തേക്ക് ആ റീചാർജ് ഒന്നും ചെയ്യണില്ല. എനിക്ക് അസൂയ വന്നിട്ട് പാടില്ല. അസൂയോ? അതെന്തിനാ? എങ്ങനെ അസൂയപ്പെടാതിരിക്കും? അപ്പുറത്തെ വീട്ടിലെ ആ രഞ്ജിത്തേട്ട ചേച്ചിക്ക് 10,000 രൂപയുടെ പട്ടുസാരിയാണ് മേടിച്ചു കൊടുത്തത്. അത് നീ എങ്ങനെ അറിഞ്ഞു? ദേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എനിക്ക് അസൂയപ്പെട്ടിട്ട് പാടില്ല. എനിക്ക് മേടിച്ചു അതുപോലത്തെ ഒരു സാരി. അത്രേ ഉള്ളോ? വിത്തിൻ നോ ടൈം. ഓ അവളുടെ സ്റ്റോറിക്ക് 6,000 ലൈക്ക്. ഒരു കേമൊന്നുമില്ല, വലിയ നേരത്തെയൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ. 10,000 അല്ല, 15,000 സാരി. ഇടടി പോസ്റ്റ്, എടുക്കടി ലൈക്ക് 10,000. ഞാൻ ഇടട്ടെ കാണിച്ചു തരാടി. ഇപ്പൊ എന്താ പ്രശ്നം? ഓ എനിക്ക് വീണ്ടും അസൂയ വന്നിട്ടുണ്ട്. ഓ അവള് വീണ്ടും സ്റ്റോറി ഇട്ടേക്കണം. ഓ രഞ്ജിത്തേട്ടൻ നമുക്ക് സ്വർണ്ണവള മേടിച്ചു കൊടുത്തേക്കണം, അതും 2 പവന്റെ വള. എനിക്ക് അസൂയ വന്നിട്ട് പാടില്ല മനുഷ്യ, എനിക്കും വേണം വള. ഓ അവളുടെ രോഞ്ഞ വള കണ്ടാച്ചാ മതി, വല്ല 2 ഗ്രാമും ആയിരിക്കും. ഒരു പൊലിമയില്ല, ഒന്നുമില്ല. ഫിൽറ്ററിട്ട് അങ്ങോട്ട് കൂട്ടി വെച്ചേക്കല്ലേ ഭംഗി. തുറന്നു നോക്കടി, 1 അല്ല 4 എണ്ണം. വായും പൊളിച്ച് അന്തം വിട്ട് നിൽക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടറി. അവള് ഞെട്ടട്ടെ. ഓ ഇടാൻ ചേട്ടാ, ഇപ്പൊ തന്നെ ഇടാം, കാണട്ടെ അവള്. ആഹാ ഇപ്പൊ എന്താ പ്രശ്നം? ഓ എനിക്ക് വീണ്ടും അസൂയ കയറുന്നുണ്ട്. ഇത് നോക്കുക ചേട്ടാ, ആ രഞ്ജിത്തേട്ടാ വെച്ചിക്ക് ഗുച്ചിയുടെ ബാഗ് മേടിച്ചു കൊടുത്തേക്കണു. ഞാൻ എങ്ങനെ സഹിക്കും? ഓ 1,00,000 രൂപയുടെ ബാഗ്. ഓ എനിക്ക് അസൂയ കയറിയിട്ട് പാടില്ല, എനിക്കും വേണം ബാഗ്. ഗുച്ചിയുടെ ബാഗേ വല്ല കുച്ചിയും കൂടെ ഉണ്ടാക്കിയതായിരിക്കും. ആ ബ്രോഡ്വേയിലും കണ്ട് കുറഞ്ഞ വിലക്കും കണ്ട് മേടിച്ചത് ചുമ്മാ ആളെ പറ്റിക്കാനായിട്ട്. ഗുച്ചി 1,22,000. എനിക്ക് ബ്രൗൺ ആയിരുന്നു ഇഷ്ടം, പക്ഷെ കുഴപ്പമില്ല, കറുപ്പ് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ മേടിച്ചോ ബാഗ്? ഞാൻ മേടിച്ചു. അപ്പൊ ശരി, കാണാം. അത് നിങ്ങൾ അങ്ങോട്ട് പോവാ? നിന്റെ ഇൻസ്റ്റാഗ്രാം എനിമിയില്ലേ റിജിയുടെ ഭർത്താവ് രഞ്ജിത്ത്, തൊട്ടപ്പുറത്തെ വീട്ടിലെ ജോൺസൺ ഇല്ലേ, ജോൺസന്റെ ഭാര്യ റോസി, ആ റോസിനെ കൊണ്ട് രഞ്ജിത്ത് ഒളിച്ചോടി പോയി. അതിന് നിങ്ങൾ അങ്ങോട്ടേ പോടെ? അപ്പൊ ഇനി ഞാൻ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയില്ലെങ്കിൽ നിനക്ക് അസൂയാവില്ലേ? നിന്നെ വിഷമിപ്പിച്ചിട്ട് ഒരു കേസും ഇല്ല മുത്തേന്. അപ്പൊ ശരി, നീ സ്റ്റോറി നോക്കിട്ടിരിക്കും, ഞാൻ വേറെ സ്റ്റോറി ഇടാം. ബൈ. എന്തിനാടാ സ്റ്റോറി ഇട്ടിട്ട്? ഗൈസ് ഞാൻ അനാഥയായി, പക്ഷെ ഗുണ്ടയല്ല.